അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂളാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ഫോർത്ത് മോഡ്യൂൾ, തേർഡ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ, അത് കഴിഞ്ഞ് ഫസ്റ്റ് മോഡ്യൂളിലേക്ക് നമ്മൾ ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പക്ഷെ നമ്മുടെ ഫോർത്ത് മോഡ്യൂളും തേർഡ് മോഡ്യൂളും കമ്പാരിറ്റീവ്ലി ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം അത് പഠിപ്പിക്കാൻ കാരണം ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് മോഡ്യൂളാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഏത് സാധാരണക്കാരനും മോസ്റ്റ് റിലയബിളി ഡിപ്പെൻഡ് ചെയ്യുന്ന മീൻസ് ഓഫ് ട്രാഫിക്കാണ് ഹൈവേ അല്ലേ. അപ്പോൾ ഹൈവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിലേറ്റഡ് ടു റോഡ്സ് ആണ് അല്ലേ. അതായത് ഭൂമിയുടെ പ്രതലത്തിൽ ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ഇൻ റോഡ്സ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പം അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മോഡ്യൂളിൽ. നമുക്കറിയാം ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അതിൽ വാട്ടറിലുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഷിപ്സ്, ബോട്ട്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹാർബേഴ്സ്, ഡോക്സ്, അവയുടെ കോമ്പണൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അവയുടെ വർക്കിംഗ്, അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി. പിന്നെ നമ്മൾ പഠിച്ചതായിരുന്നു എയർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ എയർ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റ്സ് ആണ് അല്ലേ. യൂഷ്വലി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എയറോപ്ലെയിൻസും ഹെലികോപ്റ്റേഴ്സും അങ്ങനെയുള്ളവയൊക്കെയാണ്. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു. എയർപോർട്ടിനെ പറ്റി പഠിച്ചു, ടെർമിനൽ ബിൽഡിങ്സ്, എയർഫ്രണ്ട്സ്, എയർപോർട്ടിലുള്ള പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്, അതിനെപ്പറ്റി എല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ പഠിക്കാൻ വന്ന ലാൻഡ് ട്രാൻസ്പോർട്ടേഷനാണ്. ലാൻഡ് ട്രാൻസ്പോർട്ടേഷനിൽ ആദ്യം നമ്മൾ പഠിച്ചത് റെയിൽവേ ആണ് അല്ലേ. കുറച്ചുകൂടെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷനിലെ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. അതേപോലെ തന്നെ ഒരുപാട് ലോക്കോമോട്ടീവ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിൽ സാധിക്കും. ഒരുപാട് പേര് ഹൈവേനെ കമ്പയർ ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ കൂടുതലായിട്ട് സാധിക്കുന്നതെല്ലാം റെയിൽവേയിലാണ്. മറ്റൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് നമ്മുടെ ഹൈവേ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. റോഡ്സ് യൂസ് ചെയ്തുകൊണ്ട് വൈഡ് വെറൈറ്റി ഓഫ് വെഹിക്കിൾസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ റെയിൽവേസ് ആണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്ന നമ്മൾ ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ്സ്, ചരക്കുകൾ കൊണ്ടുപോകാനായിട്ടുള്ള ചരക്കുകളൊക്കെ കൊണ്ടുപോകുന്ന ഗൂഡ്സ് ട്രെയിൻ ഉണ്ട്. ഫ്ലൈറ്റ്സ്, ഗൂഡ്സ് ട്രെയിൻസ് കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഹൈവേ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റോഡ് നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2 വീലേഴ്സ് ഉണ്ട്, 4 വീലേഴ്സ് ഉണ്ട്, 3 വീലേഴ്സ് ഉണ്ട്. അതിൽ കൂടുതൽ വീൽസ് അല്ലേ. ഇപ്പോൾ ലോറീസ്, ബസ്സസ് തന്നെ പല കാറ്റഗറി, ലോറീസ് തന്നെ പല കാറ്റഗറി അല്ലേ. ഹെവി വെഹിക്കിൾസ് ഉണ്ട്, ഹെവി വെഹിക്കിൾസ് ആയിട്ട് വരുന്ന ബസ്, ലോറി അങ്ങനെയുള്ള എല്ലാം ഉണ്ട് അല്ലേ. ഇപ്പോൾ ലോറി ആണെങ്കിൽ ടാങ്കർ ഉണ്ട്, കണ്ടെയ്നേഴ്സ് ഉണ്ട്, അല്ലാതെ പിക്കപ്സ് ഉണ്ട് അല്ലേ. ബസ്സസ് ആണെങ്കിൽ പല രീതിയിലുണ്ട്. സാധാരണ നമ്മുടെ ഓർഡിനറി ബസ്, ലിമിറ്റഡ്, ഫാസ്റ്റ്, വോൾവോ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ റോഡ് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ റോഡ് തന്നെ നമുക്ക് പല വാഹനങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ചീപ്പസ്റ്റ് മീൻസ് ആണ്, ഏത് സാധാരണക്കാരനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മെയിനായിട്ടുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത് ട്രാഫിക് ബ്ലോക്ക്സ് ആൻഡ് ട്രാഫിക് കൺജഷൻസ് അല്ലേ. പിന്നെ ആക്സിഡൻറ്റ്സ് യൂഷ്വലാണ്. കാരണം ഇത്രയും ക്രൗഡഡ് ആകുമ്പോൾ, ഇത്രയും വാഹനങ്ങൾ ഒരേ ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെ അവിടെ കൺജഷൻസ് വരാം, ആക്സിഡൻറ്റ്സ് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതെല്ലാം അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇപ്പോൾ ഗതാഗതം വന്നതിന് ശേഷമാണ് നമ്മളുടെ മനുഷ്യൻ്റെ ജീവിതം ഇത്രയേറെ പുരോഗമിക്കാനായിട്ടുണ്ടായ കാരണം അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ എക്കണോമിക്കലി ഇപ്പോൾ നമ്മുടെ ചരക്കുകളൊക്കെ പല സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് വളരെ എളുപ്പമായി അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ബൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്കത് കളക്ട് ചെയ്യാൻ സാധിച്ചു അല്ലേ. ഏത് തരത്തിലുള്ള സാധനങ്ങളാണെങ്കിലും. പിന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ളവരെ കാണാം. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഗൾഫിലേക്ക് പോയവരെ നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക, 4-5 കൊല്ലം കൂടുമ്പോഴാണ് അല്ലേ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായി. ഇപ്പോൾ ഇവിടുന്ന് ദുബായിക്ക് വളരെ കുറഞ്ഞല്ലേ നമ്മൾ ബസ്സിൽ പോകുന്നത്. ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്കോ പാലക്കാട്ടേക്കോ പോകുന്ന ദൂരം കൊണ്ടെന്ന് പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ നമുക്ക് ഇവിടുന്ന് ദുബായിലേക്ക് എത്തും. അപ്പോൾ അത്രമാത്രം എന്ത് സംഭവിച്ചു, നമ്മളുടെ വേൾഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള
ദൂരം വളരെ കുറഞ്ഞു വന്നു. അത് നമുക്ക് വളരെയധികം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കോ, ചൈനയിൽ നിന്ന് ജപ്പാനിലേക്കോ, അമേരിക്കയിലേക്കോ, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കോ ഒക്കെ നമുക്ക് എന്താണ് ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നതിന്, അവരുടെ സാധനം നമ്മളിലേക്ക് എത്തിക്കാൻ ഒക്കെ നമുക്ക് എന്തായി ഗതാഗതം വന്നുകൊണ്ടാണ് പോസിബിൾ ആവുന്നത് അല്ലേ. ഇപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയേറെ ട്രാൻസ്പോർട്ടേഷൻ ഉഷാറായത് അല്ലേ. അവരാണ് റെയിൽവേ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ പലരും യൂസ് ചെയ്യുന്ന പാലവും ബ്രിഡ്ജസും റോഡ്സും ഒക്കെ അവർ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. ആ റോഡിലൂടെ ഇപ്പോൾ നമുക്ക് എന്താണ് വാഹനങ്ങൾ കൂടി അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റോഡിൻ്റെ വിടുത്ത് കൂട്ടണം, ഫ്ലൈ ഓവേഴ്സ് കൊണ്ടുവരണം, അങ്ങനെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഗതാഗതം ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ സോഷ്യൽ റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, സാമൂഹ്യപരമായിട്ട് ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. പല കൾച്ചറുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നു, പലരുമായിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കൾച്ചറല്ല തമിഴ്നാട്, ആ കൾച്ചറല്ല നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ അവിടെയൊക്കെ. പക്ഷെ നമ്മൾ അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ ലൈഫ്, സോഷ്യൽ സെറ്റപ്പ്, ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലക്കാരെയൊക്കെ സോഷ്യൽ സെറ്റപ്പ് ഇത്രയേറെ ഉയരാനും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത്രയേറെ പുരോഗതിയിലേക്കൊക്കെ എത്താൻ കാരണം എന്താ, നമ്മുടെ ഫോറിൻ കറൻസീസ് അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാർ അവിടെയൊക്കെ പോയി ഉണ്ടാക്കി നമ്മൾ ആ ഫോറിൻ മണി ഇവിടെ ചിലവാക്കിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയേറെ ഡെവലപ്മെൻറ്റ്സ് വന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സാമൂഹ്യപരമായിട്ടും നമ്മൾ ഒരുപാട് മാറി അല്ലേ. നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറി. കേരളത്തിലെ ആൾക്കാർ ഒരുപാട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിയവരായി അല്ലേ. അങ്ങനെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയി നിൽക്കാൻ എന്ത് സാധിക്കുന്നുണ്ട്, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ റോൾ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമുക്കറിയാം എല്ലാ രീതിയിലും. നമുക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ അല്ലേ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് നടന്നു പോയിട്ട് വേണം പഠിക്കാൻ. ഇന്നിപ്പോൾ എന്താണ്, ഏത് ജില്ലയിൽ നമ്മുടെ സംസ്ഥാനം മാറിയിട്ട് വരെ നമ്മൾ എന്താണ് ട്രെയിൻസും ഫ്ലൈറ്റ്സും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പല ഹയർ സ്റ്റഡീസ്, ഹയർ എഡ്യൂക്കേഷനൊക്കെ പുറത്തേക്ക് പോകാനും നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകാനും എല്ലാം നമുക്ക് സാധിക്കുന്നത്. ഇനി എന്താണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ. റോഡ് കൺസ്ട്രക്ഷൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയത് നടപ്പാതകളായിരുന്നു അല്ലേ. കാടുകളിൽ താമസിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പ്രധാനമായിട്ടൊന്നും മനുഷ്യൻ മൃഗത്തിനെ പോലെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച് വിശപ്പടക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ദാഹം മാറ്റുന്നതിന് വേണ്ടി പുഴയിലേക്കൊക്കെ നടന്നു പോകാൻ, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടി ഭക്ഷണ സ്രോതസ്സിന് അങ്ങോട്ടേക്ക് നടന്നു പോകാൻ സ്ഥിരമായി എല്ലാവരും അങ്ങോട്ടേക്ക് പോയി അവിടെ ഒരു നടപ്പാത രൂപപ്പെട്ടു വന്നു. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഉണ്ടായത് അങ്ങനെ നടപ്പാതകളാണ്. ജലാശയത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായി മനുഷ്യൻ നടന്നുണ്ടാക്കിയ നടപ്പാതകൾ. പിന്നെ നമ്മൾ സിവിലൈസേഷൻ, നാഗരികതയൊക്കെ വന്നപ്പോൾ നമ്മൾ പല രീതിയിൽ ഇൻഡസ് വാലി സിവിലൈസേഷനും നമ്മുടെ സിന്ധു നദീതട സംസ്കാരവും മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ചൈനീസ്, ഈജിപ്ഷ്യൻ അങ്ങനെ അവിടെയൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ ഒന്നുകൂടി ഒരുപാട് മെച്ചപ്പെട്ടു അല്ലേ. നമ്മൾ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങി, കച്ചവടം ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഉള്ളവരിൽ നിന്നും ഇല്ലാത്തവരിലേക്ക് ബാർട്ടർ സിസ്റ്റം അല്ലേ, സാധനം കൈമാറിക്കൊണ്ട് നമ്മൾ വ്യാപാരം ആരംഭിച്ചു. അപ്പോൾ അതുവഴി നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയി. അപ്പോൾ അതുവഴി നമ്മൾ കാൽനട യാത്രകൾ ഒഴിവാക്കി ചക്രം കണ്ടുപിടിച്ചോടുകൂടി അല്ലേ. നമ്മൾ വീൽസ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്നാണ് പറയുക അല്ലേ. ഭൂമിയുടെ ഗതി മുഴുവൻ മാറ്റിമറിച്ചത് ചക്രമാണ് അല്ലേ. അപ്പോൾ ചക്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് നമ്മൾ ചക്രം കണ്ടുപിടിച്ച വീൽസ് കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കണ്ടുപിടുത്തങ്ങളും വന്നു അല്ലേ. ചക്രം ഉപയോഗിച്ചിട്ടാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ, നമ്മുടെ ബുള്ളറ്റ് കാർട്സ് അല്ലേ, കാളവണ്ടികൾ, കഴുത ഉപയോഗിച്ച്, കുതിര ഉപയോഗിച്ചൊക്കെ നമ്മൾ വാഹനങ്ങൾ നീക്കിയിട്ട് അതിൽ യാത്ര ചെയ്യാൻ ആയി തുടങ്ങി. അതേ ചക്രം ഉപയോഗിച്ചാണ് നമ്മൾ പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അതേ ചക്രം ഉപയോഗിച്ചാണ് നമ്മൾ മെഷീനറീസ് കണ്ടുപിടിച്ചത് അല്ലേ. പേപ്പർ അതുപോലെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റീം എൻജിൻസ് വരെ നമ്മൾ അങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ അങ്ങനെ ചക്രം വന്നതിന് ശേഷമാണ് നമ്മൾക്ക് എന്ത് തുടങ്ങിയത്, നമ്മുടെ പുരോഗമനം തുടങ്ങിയത്. വ്യാവസായികവൽക്കരണത്തിലേക്ക് അതെത്തി. വ്യാവസായികവൽക്കരണത്തിൽ നിന്നുമാണ് നമ്മൾ ഈ കാണുന്ന പുരോഗതി അത്രയും നമ്മൾ ആർജിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ ചക്രം കണ്ടുപിടിച്ചതാണ് നമ്മുടെ റോഡ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് നയിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പോൾ ചക്രം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് എന്ത് വേണം, കുറച്ച് കട്ടി കൂടിയിട്ടുള്ള പ്രതലം വേണം
ഈ ചക്രം ഒട്ടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അത്രയും എന്താണ്, ഇപ്പം ചക്രം ഉപയോഗിച്ച് കാളവണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ കാളവണ്ടിയിൽ നമ്മൾ ചരക്കുകൾ അല്ലേ, വ്യാപാരത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ചരക്കുകളെല്ലാം മനുഷ്യൻ ആ കാളവണ്ടിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ കുതിരേനെയൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തിലേക്ക് പോകാനും വീട് മാറി പോകുമ്പോഴൊക്കെ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഭാരം താങ്ങാനുണ്ട്. അപ്പോൾ അങ്ങനെ ഭാരം താങ്ങണമെന്നുണ്ടെങ്കിൽ സാധാ മണ്ണിട്ട് എന്താണ് അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുള്ള മണ്ണ് പോരാ, അതിന് കുറച്ചുകൂടി ശക്തി ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. 3500 BC-ലാണ് മെസപ്പൊട്ടേമിയക്കാർ ആദ്യമായിട്ട് ഒരു ഹാർഡ് സർഫസ് റോഡിന് വേണ്ടി കൊടുത്തത്. കല്ലൊക്കെ ഇട്ട് ഒരു എന്താണ് കല്ല് പാകിക്കൊണ്ടുള്ള ഒരു റോഡ് നിർമ്മിച്ച് ലോഡ് താങ്ങാൻ പറ്റുന്ന കല്ല് വാങ്ങിയിട്ടുള്ള ഒരു റോഡ് 3500 ക്രിസ്തു വർഷങ്ങൾ മുന്നേ, ബിഫോർ ക്രൈസ്റ്റാണ്, മെസപ്പൊട്ടേമിയക്കാരാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഒതൻറ്റിക് റെക്കോർഡ് പ്രകാരം, ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് പ്രകാരം ആദ്യത്തെ റോഡെന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയൻ രാജ്യത്ത് 1900 BC-യിൽ അസീരിയൻ എംപയർ നിർമ്മിച്ച റോഡാണ് ചരിത്രത്തിലെ ആദ്യത്തെ റോഡായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1900 BC-യിൽ അസീരിയൻ എംപയർ, മെസപ്പൊട്ടേമിയ സാമ്രാജ്യത്തിലെ അസീരിയൻ രാജവംശക്കാരാണ് ആദ്യമായിട്ടുള്ള ഒതൻറ്റിക് റെക്കോർഡ് പ്രകാരമുള്ള റോഡ് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചക്രം വന്നു. ചക്രത്തിൽ നിന്ന് ആദ്യം എന്ത് ചെയ്തു, മനുഷ്യർ തള്ളുന്ന വണ്ടി വന്നു. അതിന് ശേഷം നമ്മൾ മൃഗങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ, കഴുതകളെയും അതേപോലെ കാളകളെയും. കുറച്ച് സ്പീഡ് കൂടുതലായി കുറച്ചുകൂടെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് വരാൻ വേണ്ടി കുതിര വണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇനി നമുക്ക് ഈ റോഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ബിറ്റുമിനസ് റോഡോ അല്ലെങ്കിൽ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡോ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ല. ഓരോ സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഈ റോഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ളതാണ് പല രീതിയിലുള്ള റോഡ് ഡെവലപ്മെൻറ്റാണ് നമ്മൾ പറയുന്നത്. ആദ്യം വന്നത് റോമൻ റോഡ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അതിനുശേഷം വന്നത് ട്രസാഗട്ട് റോഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ റോമൻ സിവിലൈസേഷൻ, റോമൻസും അവരൊക്കെ ആദ്യം ഒരു റോഡ് പോലെ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ അതിന് കുറച്ച് പോരായ്മകൾ വന്നു. ആ പോരായ്മകൾ കുറച്ചുകൂടെ നന്നാക്കിയിട്ട് ട്രസാഗട്ട് എന്ന് പറയുന്ന ആൾ ഫോർമുലേറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം മെറ്റ്കാഫ് റോഡ് കൺസ്ട്രക്ഷൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെറ്റ്കാഫ് എന്ന് പറയുന്ന ആൾ കണ്ണ് കാണാത്തൊരു മനുഷ്യനായിരുന്നു തോന്നുന്നു അയാളെ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ റോഡ് കൺസ്ട്രക്ഷനെ പറ്റി കൂടുതൽ റെക്കോർഡ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അതിനുശേഷം കുറച്ചുകൂടെ നമ്മുടെ റോഡുമായിട്ട് സാമ്യമുള്ള രീതിയിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് റോഡ് കൺസ്ട്രക്ട് ചെയ്തതാണ് ടെഫ്ലോഡ് റോഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇവരെ കൺസ്ട്രക്ട് ചെയ്ത ആൾക്കാരുടെ പേര് തന്നെയാണ് അന്ന് കാലത്ത് ആ റോഡിന് നമ്മൾ കൊടുത്തിരുന്നത്. പിന്നെ നമ്മുടെ റോഡിന് സാമ്യമായി വരുന്ന രീതിയിൽ വളരെയധികം അടുത്ത് നിൽക്കുന്ന രീതിയിൽ ലൈമൊക്കെ യൂസ് ചെയ്ത്, ബൈൻഡറായിട്ട് നമ്മൾ ബിത്തുമിന് പകരം ലൈമൊക്കെ യൂസ് ചെയ്ത് ഏകദേശം ഒരു റോഡിൻ്റെ രൂപഘടനയിലേക്ക് വന്ന റോഡാണ് മെക്കാഡം റോഡ് കൺസ്ട്രക്ഷൻ. നമ്മൾ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്സ് പഠിച്ചു, അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു. അപ്പോൾ മെക്കാഡം എന്ന് പറയുന്ന ആളാണ് ആ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത്. അപ്പോൾ ആദ്യം പറയുന്നത് റോമൻ റോഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ റോമൻ റോഡ്സിൽ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ കുറച്ച് കട്ടി കൂടിയ കല്ലുകൾ, അതായത് 0.75 മീറ്റർ മുതൽ 1.2 മീറ്റർ വരെ കട്ടിയുള്ള കല്ലുകളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഗ്രേഡിയൻറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഗ്രേഡിയൻറ്റിലേക്കൊന്നും എത്താറായില്ലല്ലോ, ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് കോസ്റ്റ് കൂടുതലായിരുന്നു. ഇതിൽ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിത്രം കണ്ടാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. കണ്ടോ, മോൾ ഭാഗങ്ങളിലും സൈഡ് ഭാഗത്തും മാത്രം വലിയ നീളം കൂടിയ കല്ലുകൾ അടുക്കി വെച്ചു. അതിൻ്റെ ഉള്ളിലായിട്ട്, ഈ ഉൾഭാഗങ്ങളിലായിട്ട് സോഫ്റ്റ് സോയിൽ, ഹാർഡ് ഇത് എത്തുന്നത് വരെ, അല്ലെങ്കിൽ ഈ കല്ലിൻ്റെ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഫില്ല് ചെയ്തത്. ഓക്കെ, അപ്പോൾ എനോർമസ് കോസ്റ്റ് ഇതിന് ചിലവായി വന്നു. ഈ വലിയ കല്ലുകൾ കണ്ടുപിടുന്നതിന് വേണ്ടി, ഇത്ര തിക്നെസ്സുള്ള കല്ലുകൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സോഫ്റ്റ് ലെയർ എത്തുന്നത് ഒരു സോഫ്റ്റ് ലെയർ റിമൂവ് ചെയ്തിട്ട് ഒരു ഹാർഡ് സ്ട്രാറ്റ് എത്തുന്നത് വരെ കുഴിച്ചിട്ടാണ് ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും അടിയിൽ നിന്ന് സോഫ്റ്റ് ലെയർ ഒഴിവാക്കി ഹാർഡ് ലെയർ ഉണ്ടാവുന്നത് വരെ കുഴിച്ച് കഴിഞ്ഞാൽ അത്രയും അടിയിൽ നിന്ന് റോഡ് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരിക്കലും എക്കണോമിക്കലായില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ജനറൽ പാറ്റേൺ എന്താ വെച്ചാൽ, ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ
ഒരു എക്സ്റ്റെൻസീവ് സിസ്റ്റം ഓഫ് റോഡ്സ് ഇവർ ഉണ്ടാക്കി. ഒരു സെൻറ്റർ പോയിന്റിൽ നിന്നും പല ഡയറക്ഷനിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് ഇവർ എന്ത് ചെയ്തത്, റോഡ് സിസ്റ്റം ഉണ്ടാക്കിയത്. അപ്പോൾ അവരുടെ ഒരു സെൻറ്റർ, ആ നഗരത്തിൻ്റെ നടുഭാഗത്ത് നിന്നും പല സ്ഥലങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള റോഡ് കൺസ്ട്രക്ഷനാണ് ഇവർ നടത്തിയത്. അപ്പോൾ ഈ റോമൻ എംപയർ അവസാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ടെക്നിക്ക് എന്തായി, മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഓരോ ഭരണകാലം ഉണ്ടല്ലോ, റോമൻ എംപയർ, അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാർ വന്നു, അങ്ങനെ. ഇപ്പോൾ റോമൻ എംപയറിൻ്റെ അവസാനം ആയതോടെ ഈ റോഡ് മറ്റ് രാജ്യങ്ങളിലൊന്നും വല്ലാതെ സ്ഥാനം പിടിച്ചില്ല. ഒന്നാമത് എന്തായിരുന്നു, അതിന് ഒരുപാട് കോസ്റ്റ് കൂടുതലായിരുന്നു. അടുത്ത് പറഞ്ഞ ഫ്രഞ്ച് റോഡാണ്. ഈ ഫ്രഞ്ച് റോഡ് എന്ന് പറഞ്ഞാൽ ടെസാഗട്ട് കൺസ്ട്രക്ഷനാണ്. ടെസാഗട്ട് റോഡ്സ് എന്നുള്ള പേരിലാണ് ഫ്രഞ്ച് റോഡ്സ് അറിയപ്പെടുന്നത്. അപ്പോൾ പിയർ ട്രെസാഗട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പഠിക്കാം, ഞാൻ പിയർ ട്രെസാഗട്ടിനെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ്, ക്രിസ്തു വർഷത്തിന് ശേഷം, ആഫ്റ്റർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്നോ ഡോമിനി 1764 ഈ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ടായത്. അത് ഫ്രാൻസിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എന്ത് മനസ്സിലായി, ഈ റോമൻ എംപയറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്രയും കോസ്റ്റും വന്നു, അവിടെ എന്താണ് ഫ്ലാറ്റ് സർഫസ് ആയിട്ടാണ് റോഡ് ഉണ്ടാക്കിയത്. അപ്പോൾ മഴവെള്ളത്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ റോഡിന് കുറവായിരുന്നു. അതായിരുന്നു റോമൻ എംപയറിൻ്റെ മെയിനായ ഒരു ഡീമെറിറ്റ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ മഴവെള്ളം ഒഴിവാക്കി കളയുന്നതിന് വേണ്ടി റോഡ് ഈ ഫിഗറിൽ കാണിച്ച മാതിരി ഒരു സ്ലോപ്പ് ആക്കിയിട്ടാണ് റോഡ് ഉണ്ടാക്കിയത്. കണ്ടോ, ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട്. എന്നിട്ട് ഈ വെള്ളം മുഴുവൻ സൈഡിലൊരു ഡ്രൈനേജ് കൊടുത്ത് അതിൽ വന്ന് വീഴ്ത്തുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ പിയർ ട്രെസാഗട്ട് എന്ന് പറയുന്ന അന്ന് കാലത്ത് ഫ്രാൻസിലെ റോഡ്സിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു. അപ്പോൾ അയാളാണ് ഇതിൽ എന്ത് ചെയ്തത്, ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു റോഡ് കൺസ്ട്രക്ഷൻ നടത്തിയത്. അപ്പോൾ സബ്ഗ്രേഡിൻ്റെ മോയ്സ്ചർ കണ്ടീഷൻ, അതായത് ഏറ്റവും താഴത്തെ ലെയറായിട്ടുള്ള മണ്ണിൻ്റെ ഈർപ്പം, ഇവിടെ അയാൾ എന്ത് ചെയ്തു, ആ ഈർപ്പത്തിനെ പറ്റി കൂടെ അയാൾ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പഠനങ്ങൾ നടത്തി, അല്ലെങ്കിൽ അതും കൂടെ അയാൾ കൺസിഡർ ചെയ്തു. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് അയാൾക്ക് മനസ്സിലായി എന്താണ്, മഴവെള്ളം വരുമ്പോഴും എല്ലാം അത് നമ്മുടെ അടിയിലേക്ക്, ഈ റോഡ് പ്രോപ്പറായിട്ട് ഡ്രൈനേജ് കൊടുത്തില്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് ഒരുപാട് ഈർപ്പം ചെന്ന് കഴിയുമ്പോൾ അത് റോഡിനെ ബാധിക്കുന്നുണ്ട്, റോഡിൻ്റെ സ്റ്റെബിലിറ്റിനെ, അല്ലെങ്കിൽ അതിലേക്ക് ഭാരം വരുമ്പോൾ ഈർപ്പം കൂടി ആവുന്ന സമയത്ത് അത് താങ്ങാൻ കഴിയാതെ റോഡിന് ഫെയിലിയർ സംഭവിക്കുന്നുണ്ട് അയാൾ മനസ്സിലാക്കി. അതുവഴി വെള്ളം ഒഴുഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ ഡ്രൈനേജ് കൊടുത്തു അയാൾ. ഇനി സൈഡുകളിലായിട്ട് വലിയ കല്ലുകൾ, സൈസ് കൂടിയ കല്ലുകളെല്ലാം സൈഡിലായിട്ട് അടുക്കി വെച്ചു. ഓക്കെ, എഡ്ജ് വൈസ് ആയിട്ട് ലാർജ് സ്റ്റോൺസ് പ്രൊവൈഡ് ചെയ്തു. അടിയിൽ സബ്മേർജ്ഡ് കർബ് സ്റ്റോൺസ് ടു സെർവ് ആസ് സബ്മേർജ്ഡ് കർബ് സ്റ്റോൺസ്, സബ്മേർജ്ഡ് ആയിട്ടുള്ള കർബ് സ്റ്റോൺസ് ആയിട്ടാണ് ഇവ എന്ത് ചെയ്തത്, ഒരു ബൗണ്ടറി പോലെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റോഡ് ബൗണ്ടറി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വലിയ കല്ല് യൂസ് ചെയ്ത് കർബ് സ്റ്റോൺസ് ആയിട്ടാണ് സ്റ്റോൺസിനെ നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ലാർജ് ഫൗണ്ടേഷൻ സ്റ്റോൺസ് അറ്റ് 2 എഡ്ജസ്, 2 അറ്റത്തായിട്ട് ലോഡ് ബിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഫൗണ്ടേഷൻ സ്റ്റോൺസ് തന്നെ യൂസ് ചെയ്തു. കോർണേഴ്സ്, ഈ സ്റ്റോണിൻ്റെ കോർണേഴ്സിൽ, അപ്പോൾ ഈ എഡ്ജിലേക്ക് ഇതിനെ കല്ല് കൊണ്ട് ഹാമർ ഉപയോഗിച്ചിട്ട്, നമ്മുടെ ഇടിക്കട്ട ഉപയോഗിച്ചിട്ട് 2 സൈഡിലേക്കും ഇതിനെന്ത് ചെയ്തു, മണ്ണിലേക്ക് ഉറപ്പിച്ച് നിർത്തി, അടിച്ച് മണ്ണിലേക്ക് അടിച്ച് കയറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനിടയിൽ, അപ്പോൾ ഇത് സൈഡ് വൈസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ, മണ്ണൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് ഈ അടിഭാഗത്തും കല്ല് വെച്ച് കല്ല് മണ്ണിലേക്ക് അടിച്ച് താഴ്ത്തി, അതേപോലെ സൈഡിൽ കുറച്ച് സൈസ് കൂടിയിട്ടുള്ള കല്ല് 2 എഡ്ജിലും വെച്ച് അതും മണ്ണിൽ സൈഡിലേക്ക് നന്നായി അടിച്ച് താഴ്ത്തി. അതിന് ശേഷം ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ ചെറിയ കല്ലിട്ടിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ 8 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ബ്രോക്കൺ സ്റ്റോൺ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ ഫില്ല് ചെയ്തത്. അതിനുശേഷം നന്നായി കോമ്പാക്റ്റ് ചെയ്തു, എല്ലാ വേർഡ്സിൽ ഫില്ലായി പെർഫെക്റ്റായി ഇരിക്കുന്നതിന് വേണ്ടി നന്നായി കോമ്പാക്റ്റ് ചെയ്തു. എന്നിട്ട് മേലത്തെ വിയറിംഗ് കോഴ്സിൽ വളരെ സൈസ് കുറഞ്ഞ സ്മാളർ സ്റ്റോൺസ് എന്ത് ചെയ്തു, നിരത്തി. അപ്പോൾ അടിയിൽ വലിയ സ്റ്റോൺസാണ് യൂസ് ചെയ്തത്, അതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ സ്റ്റോൺസ്, നമ്മുടെ മെറ്റൽ പോലുള്ള സ്റ്റോൺസ് അതിൻ്റെ മേലെ വെതറിയിട്ട് അത് നന്നായി കോമ്പാക്റ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ മേലേക്ക് സ്റ്റോൺ ചിപ്പിങ്സ് അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായ ഗ്രാവൽസ് വെതറിയിട്ട് അതിനെയും കോമ്പാക്റ്റ് ചെയ്തു. കോമ്പാക്റ്റ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിലേക്ക്
കോമ്പാക്റ്റ് ചെയ്ത് അതിനെ കൊണ്ടുവരണം. ആ രീതിയിലാണ് കോമ്പാക്റ്റ് ചെയ്ത്. എന്നിട്ട് സൈഡിലേക്ക് വെള്ളം ഒഴുകി ഡ്രൈനേജിലേക്ക് വീഴുന്നതിന് വേണ്ടി 1:45 സ്ലോപ്പ് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് ട്രസാഗട്ട് റോഡ് കൺസ്ട്രക്ഷനിൽ നടപ്പാക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ട്രസാഗട്ട് റോഡ് കൺസ്ട്രക്ഷനിൽ സ്ലോപ്പ് ഒരുപാട് കൂടുതലായിരുന്നു. അതേപോലെ തന്നെ ഇത്രയും ഡെപ്തും കൂടുതലാണ്. ഡെപ്ത് ഒരുപാട് കൂടുതലാണ്. അത് അത്ര വർക്ക്മാൻഷിപ്പ് കൂടുതലാണ്. സ്ലോപ്പ് ഇത്രയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രത്തോളം എന്തായില്ല, നമുക്ക് അഫോർഡബിൾ ആയില്ല. പിന്നെ വന്നതാണ് മെറ്റ്കാഫ് കൺസ്ട്രക്ഷൻ. മെറ്റ്കാഫ് എന്താ ചെയ്തത് വെച്ചാൽ ഈ കല്ലുകളെല്ലാം പ്രോപ്പറായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെറ്റ്കാഫ് എന്ന് പറഞ്ഞാൽ അയാൾ കണ്ണ് കാണാത്തൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ അയാൾ ഇതൊന്നും റെക്കോർഡിക്കലി സൂക്ഷിക്കാനൊന്നും അയാൾക്ക് സാധിച്ചിട്ടില്ല എഴുതിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡ് കൺസ്ട്രക്ഷനെ പറ്റിയിട്ടുള്ള ടെക്നിക്കും മെത്തഡോളജിയും കൂടുതൽ നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് വലിയ കല്ലുകൾ വെച്ചു. പിന്നെ കല്ലുകളുടെ ഒരു ഇൻക്രീസിങ് ഓർഡർ, ഒരു കറക്റ്റ് അറേഞ്ച്മെൻ്റ് ആക്കിയിട്ട് സബ്ഗ്രേഡ് ആയ സോയിലിൻ്റെ മേലെ നല്ലൊരു അറേഞ്ച്മെൻറ്റിൽ കല്ലുകളെ എന്ത് ചെയ്തു, ഒരേ രീതിയിൽ അലൈൻ ചെയ്തു. അതിൻ്റെ മേലെ പിന്നെ എന്ത് ചെയ്തു, ബ്രോക്കൺ സ്റ്റോൺസ് 8 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള ബ്രോക്കൺ സ്റ്റോൺസ് ലേ ചെയ്ത് നന്നായി കോമ്പാക്റ്റ് ചെയ്തു. ഓക്കെ, 17 സെൻറ്റിമീറ്ററോളം തിക്നെസ് വരുന്ന ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആണ് താഴ്ഭാഗത്ത് യൂസ് ചെയ്തത്. ഓക്കെ, റോമൻ റോഡ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ നല്ല തിക്നെസ്സുള്ള സ്റ്റോൺസ് ആണ് അവിടെ ഏറ്റവും താഴ്ഭാഗത്ത് ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്തു, ഒരു വിയറിംഗ് സർഫസ് കൊടുത്തു. അവിടെയും സ്ലോപ്പ് 1:45 തന്നെയായിരുന്നു. ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. സൈഡിൽ ഒരു ഡ്രൈനേജും പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അത്രയാണ് മെറ്റ്കാഫ് കൺസ്ട്രക്ഷനിൽ നമ്മൾ കണ്ടത്. നെക്സ്റ്റ് അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ വന്നാണ് ടെൽഫോർഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് 1803 ഡെവലപ്പ് ചെയ്തത്. തോമസ് ടെൽഫോർഡ് എന്ന് പറയുന്ന ലണ്ടനിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഫൗണ്ടറായ ആളാണ് ടെൽഫോർഡ് കൺസ്ട്രക്ഷൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം വലിയ ഫൗണ്ടേഷൻ സ്റ്റോൺസ്, കുറച്ചുകൂടി സൈസ് കൂടിയ, നമ്മുടെ മെറ്റ്കാഫിനേക്കാളും കുറച്ചുകൂടി സൈസ് കൂടിയിട്ടുള്ള സ്റ്റോൺസ് ആണ് അഡോപ്റ്റ് ചെയ്തത്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ സ്റ്റോൺസിനെ ഇൻക്രീസിങ് അറേഞ്ച്മെൻറ്റിൽ, അതിൻ്റെ സൈസിൻ്റെ ഒരു ഇൻക്രീസിങ് അറേഞ്ച്മെൻറ്റിലാണ് അയാൾ അറേഞ്ച് ചെയ്തത്. 17 സെൻറ്റിമീറ്ററിൽ നിന്നും 22 സെൻറ്റിമീറ്ററിലേക്ക് എത്തുന്ന രീതിയിലാണ് ആ ഫൗണ്ടേഷൻ സ്റ്റോൺസിനെ അവിടെ ലേ ചെയ്തത്. അങ്ങനെ ലേ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, അയാൾ ബ്രോക്കൺ സ്റ്റോണിൻ ലൈം മോട്ടാറും ബ്രോക്കൺ സ്റ്റോണും യൂസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ മേലത്തെ കോഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മീറ്റർ ആയിരുന്നു. ഇവിടെയും എന്ത് ചെയ്തിരുന്നു, റോഡിന് ഒരു ക്രോസ് സ്ലോപ്പ് കൊടുത്തിരുന്നു. നമ്മൾ ക്യാമ്പർ കൊടുക്കുന്ന പോലെ ഒരു ക്രോസ് സ്ലോപ്പ്, ക്യാമ്പറായിട്ട് വെൽ ഡിഫൈൻഡ് ആയിരുന്നില്ലെങ്കിലും ഒരു ക്രോസ് സ്ലോപ്പ് എന്ത് ചെയ്തിരുന്നു, പ്രൊവൈഡ് ചെയ്തിരുന്നു. വിഡ്ത്ത് 9 മീറ്റർ ആയിരുന്നു. ഫൗണ്ടേഷൻ സ്റ്റോണിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു, തിക്നെസ് 17 മുതൽ 22 വരെ വേരി ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് സെൻട്രൽ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.5 മീറ്ററോളം ഏകദേശം ഹൈറ്റ് വരുമായിരുന്നു. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എല്ലാ ലെയറും ഇട്ടതിന് ശേഷം, വിയറിംഗ് കോഴ്സൊക്കെ ഇട്ടതിന് ശേഷം അത്രയും വരുമായിരുന്നു. എന്നിട്ട് 2 ലെയർ വെച്ചിട്ടാണ് ഇതിനെ കവർ ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ സ്റ്റോണിന് അതായത് 10 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ലെയേഴ്സ് വെച്ചിട്ടാണ് കവർ ചെയ്തിരുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ബ്രോക്കൺ സ്റ്റോൺ വെച്ചിരുന്നു. അതേപോലെ തന്നെ ലൈം മോട്ടാറും യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആംഗുലാർ ഷേപ്പിലുള്ള ബ്രോക്കൺ സ്റ്റോണാണ് യൂസ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ആംഗുലാർ ബ്രോക്കൺ സ്റ്റോൺസ് ആണ് കൂടുതലായിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് സഹായിക്കുന്നത്. അതുകൊണ്ട് ആംഗുലാർ ബ്രോക്കൺ സ്റ്റോണാണ് യൂസ് ചെയ്തിരുന്നത്. എന്നിട്ട് അത് നന്നായി കോമ്പാക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ റാം ചെയ്തിട്ട് നന്നായിട്ട് വോയിഡ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ നന്നായി റാം ചെയ്ത് കൊടുക്കും. അതിന് ശേഷം 4 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ഗ്രാവൽ ഏറ്റവും ടോപ്പ് ലെയറിൽ കൊടുക്കും. ആ ടോപ്പ് ലെയർ വീണ്ടും കോമ്പാക്റ്റ് ചെയ്ത് സർഫസ് എല്ലാം ലെവലാക്കും. ഓക്കെ, അതായത് സർഫസ് ലെവലാക്കി എല്ലാം കോമ്പാക്റ്റ് ചെയ്ത് ഗ്രാവലെല്ലാം കറക്റ്റ് പാക്കിംഗ് ആയി കഴിഞ്ഞാൽ നാച്ചുറൽ കൺസോൾട്ടേഷൻ, അതായത് മഴ പെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യും, മഴവെള്ളമൊക്കെ ഇറങ്ങി ചെന്നിട്ട് വോയിഡ്സൊക്കെ ഒന്ന് ക്ലിയർ ആവുമല്ലോ. ഓക്കെ, അത് നാച്ചുറൽ കൺസോൾട്ടേഷൻ ആണ്, ബൈ റെയിനാണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. കെർബ് സ്റ്റോൺസ് ഒന്നും യൂസ് ചെയ്തില്ല. ഇവിടെയും സ്ലോപ്പ് 1:45 തന്നെ ആയിരുന്നു.
അപ്പോൾ ഈ ഓൾഡ് മെത്തേഡ്സിൽ നിന്ന് നമ്മളൊരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തി. സോയിലാണ് സബ്ഗ്രേഡ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് അല്ലേ. ഏറ്റവും അടിയിലെ ലെയർ എന്ന് പറയുന്നത് മണ്ണായിരുന്നു. മൊത്തത്തിലുള്ള ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് മണ്ണിലേക്കാണ്. വലിയ ഫൗണ്ടേഷൻ സ്റ്റോൺ, ഈ സബ്ഗ്രേഡിൻ്റെ മേലെ വലിയ കല്ലും അതിൻ്റെ മേലേക്ക് വളരെ ചെറിയ കല്ലുകളാണ് അല്ലേ. അതായത് സബ്ഗ്രേഡിൽ നിന്ന് മേലേക്ക് പോകുന്നതും കല്ലുകളുടെ അല്ലെങ്കിൽ സ്റ്റോൺസിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ലോഡ് ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി, ലോഡ് ബിയറിങ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ വന്നൊരു കൺസ്ട്രക്ഷനാണ് മെക്കാഡം റോഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ജോൺ മെക്കാഡം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, റോഡ് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ റോഡ് കൺസ്ട്രക്ഷൻ നടത്തിയത്. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ സബ്ഗ്രേഡ് ആയ സോയിലിനെ ഇയാൾ കോമ്പാക്റ്റ് ചെയ്തു. എന്നിട്ട് 1:36 സ്ലോപ്പ് ഡ്രൈനേജിന് വേണ്ടിയിട്ട്, വെള്ളം വന്നാൽ തന്നെയും സ്ലോപ്പ് ചെയ്ത് സൈഡ് ഡ്രെയിൻസിലേക്ക് പോകുന്നതിന് വേണ്ടി, സബ്ഗ്രേഡിൽ വാട്ടർ വന്നാലും സ്ലോപ്പ് ചെയ്ത് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ 1:36 സ്ലോപ്പ് കൊടുത്തു. ഹെവി ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഒന്നും ഉപയോഗിച്ചില്ല. സ്മാൾ ബ്രോക്കൺ സൈസിലുള്ള സ്റ്റോൺസാണ് യൂസ് ചെയ്തത്. അതായത് 5 സെൻറ്റിമീറ്റർ സിവിലൂടെ പാസ് ചെയ്യുന്നത്. എന്നിട്ട് അവയുടെ സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്തു. ടോട്ടൽ തിക്നെസ് 25 സെൻറ്റിമീറ്റർ ആയിരുന്നു. ക്രോസ് സ്ലോപ്പ് 1:36 കൊടുത്തു. നേരത്തെ 1:45 ആയിരുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും താഴത്തെ 5 സെൻറ്റിമീറ്ററിൽ നമ്മൾ കൊടുത്ത ലെയർ 5 സെൻറ്റിമീറ്റർ സീവിലൂടെ പാസ് ചെയ്യുന്ന സ്റ്റോൺസ് നമ്മൾ 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ എന്ത് ചെയ്തു? സബ്ഗ്രേഡിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തു. അതിന് ശേഷം അത് കോമ്പാക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് കൊടുത്തത്. അത് കൊടുത്തപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച സ്റ്റോൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ആദ്യം ഉപയോഗിച്ച് 5 സെൻറ്റിമീറ്റർ സീവിലൂടെ പാസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ എന്താണ്, 5 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും ചെറിയ സൈസ് കുറഞ്ഞ മെറ്റലാണ് യൂസ് ചെയ്തത്. അടുത്തത് 3.75 പാസ് ചെയ്യുന്ന സ്റ്റോൺസ് 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പ്രൊവൈഡ് ചെയ്തു രണ്ടാമത്തെ ലെയറിൽ. എന്നിട്ട് അതിനെ കോമ്പാക്റ്റ് ചെയ്ത് 2 സെൻറ്റിമീറ്റർ, നമ്മൾ 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിനേക്കാൾ കുറഞ്ഞ തിക്നെസ്സിലേക്ക് കോമ്പാക്റ്റ് ചെയ്ത് മാറ്റി. അതായത് 10 സെൻറ്റിമീറ്ററിൽ നിന്നും 5 സെൻറ്റിമീറ്ററിലേക്ക് സൈസ് 2 സെൻറ്റിമീറ്ററിലും കുറഞ്ഞ സ്റ്റോൺസാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. 3.75 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞല്ലോ. 3.75 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും സൈസ് കുറഞ്ഞ സ്റ്റോൺസാണ് അടുത്ത ലെയറിൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണെന്ന് പറഞ്ഞു. അപ്പോൾ 10 സെൻറ്റിമീറ്റർ തിക്നെസ് നമ്മൾ കോമ്പാക്ട് ചെയ്ത് 5 സെൻറ്റിമീറ്ററിലേക്ക് ആക്കി. അപ്പോൾ ഇതായിരുന്നു അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് കുറച്ചുകൂടി സയൻറ്റിഫിക്കലി ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഡ്രൈനേജ് പ്രൊവൈഡ് ചെയ്തു, സബ്ഗ്രേഡിൻ്റെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്തിട്ട്, സബ്ഗ്രേഡിൽ വെള്ളം വരാൻ ചാൻസ് ഉണ്ട് കണ്ട് അതിന് സ്ലോപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോൺസിനെല്ലാം കോമ്പാക്റ്റ് ചെയ്തു, സ്റ്റോൺസ് സൈസ് അനുസരിച്ച് അറേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ എന്ത് മനസ്സിലായി? കുറച്ചുകൂടി സയൻറ്റിഫിക് തിങ്കിങ് ഉള്ളതാണ്. പിന്നെന്താണ്, താഴത്തോട്ട് വരുന്തോറും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, വീലിൽ വരുന്ന ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തക്ക രീതിയിൽ തിക്നെസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ലെയറും കൊടുത്തിട്ടുണ്ട്, അതിന് കോമ്പാക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോവർ ലെയറിലേക്ക് എത്തുന്തോറും വീൽ ലോഡിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്ത് ഒരുപാട് അൺഎക്കണോമിക്കലാവുന്ന രീതിയിൽ ഒരുപാട് വലിയ കല്ലുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇത് കുറച്ചുകൂടി സക്സസ്ഫുള്ളായി അല്ലേ. അപ്പോൾ ഇതിൻ്റെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ റോഡ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. കൺസ്ട്രക്ഷൻ വൈസ് സിമ്പിളാണ്, ലാർജ് സ്റ്റോൺസിൻ്റെ ആവശ്യമില്ല, എക്കണോമിക്കലാണ്, സയൻറ്റിഫിക് തിങ്കിങ് ആണ്. ലോവർ ലെയറിലേക്ക് എത്തുന്നതോറും ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഈ മെക്കാഡം റോഡ്സ് മറ്റു രാജ്യങ്ങളിൽ പല പല മോഡിഫിക്കേഷൻസ് വരുത്തി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിലെ റോഡ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അംഗീകൃത റോഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അതിന് മുന്നേ നമ്മൾ രാജാക്കന്മാരൊക്കെ ഒരുപാട് റോഡും കാര്യങ്ങളും ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. പാതകളും മൃഗങ്ങളുടെ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് നമ്മൾ റെക്കഗ്നൈസ്ഡ് റോഡ്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഈ റോഡിനെയാണ്. അതായത് നമ്മളുടെ തുഗ്ലക്ക് ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി, ആ മുഗൾ എംപയറിൻ്റെ സമയത്ത് മുതലാണ് റോഡ് കൺസ്ട്രക്ഷൻസ് എല്ലാം നമ്മുടെ രാജ്യത്ത് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി വൈഡായിട്ട് ഡെവലപ്പായതും
എന്താണ് കുറച്ച് റോഡ് നെറ്റ്വർക്ക് ഒരുപാട് കൊണ്ടുവന്നതും ബ്രിട്ടീഷുകാരാണ്. അപ്പം നമ്മളുടെ രാജ്യത്തെ റോഡ് നെറ്റ്വർക്ക് കുറച്ചുകൂടി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും പല നാടുകളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും ഇന്ത്യ മുഴുവൻ അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഉദ്യമങ്ങളും എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തുടങ്ങിയതാണ് ജയഗർ കമ്മിറ്റി. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ് റെക്കമെൻഡേഷൻസ് ഓഫ് ജയഗർ കമ്മിറ്റി റിപ്പോർട്ട്. ജയഗർ കമ്മിറ്റി തുടങ്ങിയത് എപ്പോഴും, അങ്ങനെ ഓരോന്നും പറഞ്ഞ് ചോദിക്കുന്നുണ്ട് എക്സാമിന്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാം. IRC ഫോം ചെയ്തത്, സെൻട്രൽ റോഡ് ഫണ്ട് ഫോം ചെയ്തത്, സെൻട്രൽ റോഡ് CRRI, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. BRO, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ റോഡ് ഡെവലപ്മെൻറ്റ് നമ്മുടെ രാജ്യത്തുള്ള ഗതാഗത വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മറ്റ് വികസനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രഥമ പരിഗണന അതിനായിട്ട് നമ്മൾ മാറ്റിവെച്ചു. റോഡ് ഡെവലപ്മെൻറ്റിന് നമ്മൾ കൊടുത്തു. രാജ്യത്തിൻ്റെ ഒരു പ്രഥമ പരിഗണന റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ കൊടുത്തു. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു അപ്പോൾ ഈ ജയഗർ കമ്മിറ്റി നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് തന്നിരിക്കുകയാണ് റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത നാടാണല്ലേ, ആകെ ദരിദ്രം പിടിച്ച് കിടക്കുകയാണ്. റോഡും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. പണ്ട് ഒരുപാട് കാലം മുന്നേ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോൾ ഒരുപാട് റോഡ് വന്നു, ഹൈവേസ്, എക്സ്പ്രസ് വേസ്, നാഷണൽ ഹൈവേസ് എല്ലാം വന്നു. ഓക്കെ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ജയഗർ കമ്മിറ്റി പറഞ്ഞു നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ റോഡ് ഡെവലപ്മെൻറ്റിനെ എടുക്കണം. ഒരു റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി 20 ഇയർ പ്ലാൻ, ഒരു 20 വർഷത്തേക്കുള്ള ഒരു പ്ലാന് നമ്മൾ ഇതാക്കിയിട്ട് ആ 20 വർഷത്തിനുള്ളിൽ നമ്മളൊരു ടാർഗറ്റ് വയ്ക്കുക. ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി അത് കംപ്ലീറ്റ് ആക്കണം. അങ്ങനെയുള്ള ഒരു 20 ഇയർ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി ഒഫീഷ്യൽ ടെക്നിക്കൽ ബോഡി, ഓക്കെ, ഒരു സെമി ഒഫീഷ്യലായിട്ടുള്ള ടെക്നിക്കൽ ബോഡി കൊണ്ടുവരണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഇപ്പോൾ നമ്മൾ 20 ഇയർ പ്ലാൻ അല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വർക്ക് എന്തുവരെയായി, എത്രത്തോളം വർക്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എത്രത്തോളം എത്തി, ഇംപ്ലിമെൻ്റ് സൈറ്റിൽ എത്ര പോർഷൻ റോഡ് വർക്ക് കഴിഞ്ഞു, നെക്സ്റ്റ് എത്ര പോർഷനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് റോഡ് ഡിസൈൻ ചെയ്യാനല്ലേ, വെർട്ടിക്കൽ കർവ് വരുന്നുണ്ടോ, ട്രാൻസിഷൻ കർവ് വരുന്നുണ്ടോ, അങ്ങനെയുള്ളതെല്ലാം ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഒരു സെമി ഒഫീഷ്യലായിട്ട് ഒരു ടെക്നിക്കൽ ബോഡി വേണം അല്ലേ. ഇതിനെപ്പറ്റി അറിയുന്നവരായിരിക്കണം, അതൊരു ഒഫീഷ്യലും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഫോം ചെയ്ത ഒരു ഏജൻസി, സെമി ഒഫീഷ്യൽ ടെക്നിക്കൽ ഏജൻസിയാണ് IRC, ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. ഫോം ചെയ്ത വർഷം 1934. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് നികുതി വേണമല്ലോ, ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്, ഒരുപാട് ഫണ്ട് വേണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കണമല്ലോ. എത്രയും വികസനത്തിന് വേണ്ടിയിട്ട് പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ റോഡിൽ ഓടുന്ന വാഹനങ്ങളിൽ നിന്നും നികുതി ഈടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ നികുതി ഈടാക്കി കിട്ടുന്ന ഫണ്ട് മുഴുവൻ നമ്മൾ സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫണ്ട് തുടങ്ങി. 1929 അങ്ങനെ ഒരു ഫണ്ട് നമ്മൾ രൂപകൽപ്പന ചെയ്തത്. ഇനി റോഡിൽ വരുന്ന കാര്യങ്ങളെപ്പറ്റി റിസർച്ച് നടത്താൻ പുതിയ ടെക്നോളജീസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ രീതിയിലുള്ള റോഡ് കൺസ്ട്രക്ഷൻസ്. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഒരുപാട് ഹില്ലി ഏരിയാസ് ഉണ്ട്, ഹിൽ റോഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ്, അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക, അവിടുത്തെ ടോപ്പോഗ്രഫീനെ പറ്റി അങ്ങനെ റിസർച്ചും കാര്യങ്ങളും നടത്തി അവിടുത്തെ സോയിലിൻ്റെ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കി റോഡിൻ്റെ ഡെവലപ്മെൻറ്റും റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി നമ്മൾ പുതിയൊരു സംഘടന കൂടി തുടങ്ങാൻ ജയഗർ കമ്മിറ്റി ശുപാർശ ചെയ്തു. അതാണ് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോംഡ് ഇൻ ദ ഇയർ 1950. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു 20 ഇയർ പ്ലാൻ നടപ്പാക്കണം എന്നെല്ലാം പറഞ്ഞു. അതല്ലാതെ മറ്റ് ചെറിയ പ്ലാനുകൾ കൂടെ അതിൻ്റെ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പോരാത്തതിന് നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ വികസിക്കുന്നതിന് വേണ്ടി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങി. അപ്പോൾ ചില പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് ഊന്നൽ കൊടുത്തുകൊണ്ട്, ഇതേപോലെ റോഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് ചില പഞ്ചവത്സര പദ്ധതികളും കൂടെ അതിൽ ഉൾക്കൊള്ളിച്ചത് വഴിയാണ് നമ്മൾക്ക് റോഡ് ഡെവലപ്മെൻറ്റ് ഇത്രയേറെ പോസിബിൾ ആവാൻ കാരണമായി മാറിയത്. അപ്പോൾ ഏതൊക്കെയാണ് റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ആണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്? അതിൽ ആദ്യം വരുന്നത് നാഗ്പൂർ റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാനൊക്കെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഗ്പൂർ റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഫസ്റ്റ് റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാനാണ്. 1943 മുതൽ ആദ്യത്തെ 20 ഇയർ പ്ലാനാണത്.
1943 മുതൽ 1963 വരെയായിരുന്നു ആ പ്ലാനിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? 1943 നാഗ്പൂരിൽ ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. ആ കോൺഫറൻസിൽ പങ്കെടുത്തവർ ആരൊക്കെ വെച്ചാൽ എ കോൺഫറൻസ് ഓഫ് ചീഫ് എഞ്ചിനീയേഴ്സ് ഓഫ് ആൾ സ്റ്റേറ്റ്സ് ആൻഡ് പ്രൊവിൻസസ് വെർ കൺവീൻഡ് ഇൻ 1943 by the Government of India at Nagpur at an initiative of Indian Road Congress to finalize the first road development plan for country as a whole. അപ്പോൾ നമ്മളിപ്പോൾ IRC എല്ലാ കാര്യങ്ങളും അതേപോലെ സെൻട്രൽ റോഡ് റിസർച്ച് ഓർഗനൈസേഷൻ എല്ലാം തുടങ്ങി. അപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മളിതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോൾ IRC മുൻകൈ എടുത്തുകൊണ്ട് IRCയുടെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ ദേശീയ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് 1943 നാഗ്പൂർ എന്ന സ്ഥലത്ത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലെയും അതേപോലെ പ്രവിശ്യകൾ, അന്ന് എല്ലാ സംസ്ഥാനമായിട്ടില്ല, അതേപോലെ ടെറിട്ടറീസ് ഒന്നുമില്ല, സംസ്ഥാനങ്ങളെയും പ്രധാനപ്പെട്ട പ്രവിശ്യകളിലെയും എഞ്ചിനീയർമാരെ വിളിച്ചുകൊണ്ട് ഒരു കോൺഫറൻസ് നടത്തി. ആ കോൺഫറൻസിൽ അടുത്ത 20 വർഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്, എങ്ങനെ റോഡ് ഡെവലപ്മെൻറ്റ് അവിടെ നടപ്പാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ചർച്ച നടന്നത്. അത് 1943 അത് ഫൈനലൈസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 20 വർഷം കഴിയുമ്പോഴേക്കും 1963 ആകുമ്പോഴേക്കും അവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ലെങ്ത്, അതായത് 100 സ്ക്വയർ കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരു 100 സ്ക്വയർ കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ 16 കിലോമീറ്റർ എങ്കിലും റോഡ് നെറ്റ്വർക്ക് വേണം. അല്ലെങ്കിൽ 100 സ്ക്വയർ മീറ്ററിൽ 100 കിലോമീറ്റർ സ്ക്വയറിൽ 16 കിലോമീറ്റർ എങ്കിലും റോഡ് ലെങ്ത് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരു ശുപാർശ. പിന്നെ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളുടെ റെക്കമെൻഡേഷൻസ് വെയർ മെയ്ഡ് ഫോർ ദ ജിയോമെട്രിക് സ്റ്റാൻഡേർഡ് ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് സ്പെസിഫിക്കേഷൻ. ഇതിനൊക്കെ ഒരു സ്പെസിഫിക്കേഷൻ വേണം അല്ലേ? ഇപ്പോൾ ബ്രിഡ്ജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏത് തരം ബ്രിഡ്ജ് ആയിരിക്കണം, എങ്ങനെയാണ് അത് റോഡുമായിട്ട് അലൈൻ ചെയ്യേണ്ടത് അല്ലേ? ബ്രിഡ്ജിന് കുറേ സ്പെസിഫിക്കേഷൻ വേണം. ഡെക്സ് ലാബ് എത്ര വേണം, ഡെക്സ് ലാബ് എത്ര കൊടുത്തു കഴിഞ്ഞാൽ ഓവർ ഹെഡ് ഡിസ്റ്റൻസ്, മേലെ കൂടെ ഇലക്ട്രിക് ലൈൻസ് പോവുകയാണെങ്കിൽ അത് എത്ര ഹൈറ്റ് കൊടുക്കണം, ബ്രിഡ്ജിന് കൊടുക്കേണ്ട പാരപ്പറ്റിൻ്റെ മിനിമം ഹൈറ്റ് എത്രയാണ്, എത്ര ഡെക്സ് ലാബിൻ്റെ തിക്നെസ് എത്ര മുതൽ എത്ര വരെ ആവാം അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിഡ്ത്ത് ഓഫ് ബ്രിഡ്ജ് എത്ര ആവണം, അങ്ങനെ കാര്യങ്ങൾ വേണം. പിന്നെ റോഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം അല്ലേ? 2 ലൈൻ റോഡാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എത്ര വേണം, എത്ര തിക്നെസ്സിൽ കൊടുക്കാം, റോഡിൻ്റെ അല്ലേ എത്ര ലെയർ വേണം, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ, അങ്ങനെ അതിനൊക്കെ ഗൈഡ് ലൈൻസ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ റോഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായ സ്പെസിഫിക്കേഷൻ, ബേസ് കോഴ്സിന് എത്ര ഉള്ള സ്റ്റോൺസ് യൂസ് ചെയ്യണം, സബ് ഗ്രേഡിൻ്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം, ബിയറിംഗ് സ്ട്രെങ്ത് എത്രയാവണം, ഇത്ര ട്രാഫിക്കിന് എത്ര വിയർ ചെയ്യാൻ പറ്റും, അതെല്ലാം നമുക്ക് അങ്ങനെയുള്ളൊരു സ്പെസിഫിക്കേഷൻ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻ അനുസരിച്ച് പുട്ട് ഫോർവേഡ് ചെയ്യാം. പിന്നെ നമ്മൾ അസ്യൂം ചെയ്ത് നമുക്കൊരു റോഡ് നെറ്റ്വർക്ക് വേണം. നമ്മുടെ രാജ്യത്തിലുടനീളം റോഡുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റോഡ് ശൃംഖല തന്നെ നമുക്ക് വേണം. അങ്ങനെ ഒരു റോഡ് ശൃംഖല വേണമെങ്കിൽ ആ റോഡ് ശൃംഖല ഏകദേശം സ്റ്റാർ പാറ്റേൺ, സ്റ്റാർ ആൻഡ് ഗ്രിഡ്, അതായത് ഒരു സ്റ്റാർ ഷേപ്പിൽ അതിൽ നിന്നും റേഡിയേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഗ്രിഡ് പാറ്റേണിലായിരിക്കണം നമ്മളുടെ റോഡ് നെറ്റ്വർക്ക് എന്ന് തീരുമാനിച്ചു. ഇതാ കണ്ടോ, ഒരു സെൻറ്റർ പോയിൻ്റ്, ഒരു ഫോക്കൽ പോയിൻ്റ് ഉണ്ടാവും, അവിടുന്ന് റേഡിയേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള റോഡുകൾ. അങ്ങനെയാണ് നമ്മളുടെ റോഡിൻ്റെ നെറ്റ്വർക്ക് വേണ്ടതെന്നുള്ളൊരിത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തത് എന്തായിരുന്നു? The second plan formula were suggested for deciding the length of 2 categories of road. പിന്നെ നമ്മൾ അതിൽ അടുത്തൊരു പ്ലാൻ ഫിക്സ് ചെയ്തത് എന്താ വെച്ചാൽ റോഡിനെ 2 കാറ്റഗറിയായി തിരിച്ചു. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സർഫസ് ചെയ്തിട്ടുള്ള, അതായത് മെറ്റൽ ചെയ്ത് സർഫസ് ഫിനിഷിങ് എല്ലാം ചെയ്തിട്ടുള്ള സ്മൂത്ത് റോഡ്, അത് അങ്ങനെയുള്ള റോഡുകൾ NH, അതായത് നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട് റോഡായിട്ട് അതിനെ വിലയിരുത്തി. പിന്നെ അൺസർഫസ്ഡ് റോഡ്സ് ആയിട്ടുള്ള, അതായത് നമ്മളെന്താ കല്ലുകൾ മാത്രം പാകി സർഫസ് സ്മൂത്ത് ആകാതെ അല്ലെങ്കിൽ വെറും മണ്ണിട്ട റോഡുകളായിട്ടുള്ള ഓർഡിനറി ഡിസ്ട്രിക്ട് റോഡ്സും വില്ലേജ് റോഡ്സായിട്ട് സെക്കൻഡ് കാറ്റഗറിനെ തിരിച്ചു. അപ്പോൾ ഈ രണ്ടാമത്തെ നമ്മൾ അത് എങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഏരിയേനി, ഇൻഡസ്ട്രിയൽ ഏരിയേനി, ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെ അവയെ കൺസിഡർ ചെയ്തുകൊണ്ടായിരുന്നു. അവയെ വെച്ച് നോക്കുമ്പോൾ അഗ്രികൾച്ചർ ഏരിയയിലാവുമ്പോൾ അവിടെ കൂടുതൽ ലോഡൊന്നും വരുന്നില്ല അല്ലേ, കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ അധികം അന്ന് എത്ര ഡെവലപ്മെൻ്റ് ഇല്ല, കാളവണ്ടി അങ്ങനെയുള്ള ഇതായിരിക്കും. അപ്പോൾ അതിന് മണ്ണിട്ട റോഡ് അല്ലെങ്കിൽ കല്ല് പാകിയ റോഡ് മതിയാവും. കാരണം നമുക്ക് ഇന്നത്തെ പോലെ ഡെവലപ്മെൻറ്റ് ഇത്രയും സാമ്പത്തികമൊന്നും അന്ന് ഇല്ലല്ലോ. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയ, ഒരുപാട് തിരക്ക് കൂടിയ സ്ഥലങ്ങൾ,
നമ്മുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങൾ, ഇപ്പോൾ ഡൽഹി, ബോംബെ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവയെ കണക്ട് ചെയ്ത് പോകുന്ന മേജർ റോഡ്സ്, തിരക്ക് കൂടിയ റോഡുകൾ, അവിടെ നമ്മൾ എന്ത് ചെയ്തു, സർഫസിങ് കൊടുത്തുകൊണ്ടുള്ള റോഡ് പ്രൊവൈഡ് ചെയ്യാനും തീരുമാനിച്ചു. പിന്നെ 5 ഇയർ പ്ലാൻസിലൂടെ ആയിട്ട്, അതായത് ഓരോ ക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ 5 ഇയർ പ്ലാൻ 1951 മുതൽ 56 വരെ, രണ്ടാമത്തത് 56 മുതൽ 61 വരെ, അങ്ങനെയായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ടാർജറ്റ് എന്ത് ചെയ്തു, 2 വർഷം മുന്നേ 1961 തന്നെ നമുക്ക് ഏകദേശം ഈ ടാർജറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ റോഡിനെ വേറൊരു രീതിയിലും കൂടി ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അത് എക്സ്പ്രസ് വേസ്, അങ്ങനെ നമ്മളുടെ മെട്രോ സിറ്റീസ് അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാഗ്പൂർ റോഡ് പ്ലാൻ പ്രകാരം നമ്മൾ നാഷണൽ ഹൈവേ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ പ്രൊവിഷണൽ ഹൈവേ, പിന്നെ ഡിസ്ട്രിക്ട് റോഡ്സ്, വില്ലേജ് റോഡ്സ്. ഡിസ്ട്രിക്ട് റോഡ് തന്നെ 2 രീതിയിൽ, മേജർ ഡിസ്ട്രിക്ട് റോഡ്സും അതർ ഡിസ്ട്രിക്ട് റോഡ്സുമായിട്ടും നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. പിന്നുള്ള വേറൊരു പ്രൈമറി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് എക്സ്പ്രസ് വേസും നാഷണൽ ഹൈവേസും, അതായത് റോഡിൻ്റെ തിരക്ക് കൂടുതൽ അനുസരിച്ചിട്ട്. അതാണ് നമ്മുടെ പ്രൈമറി സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തത്. നമ്മൾ ഒന്നാമത് ഊന്നൽ കൊടുത്തത് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. സെക്കൻഡറി സിസ്റ്റം കൊടുത്തത് സ്റ്റേറ്റ് ഹൈവേസ്, അല്ലേ, പരസ്പരം സ്റ്റേറ്റിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന സ്റ്റേറ്റ് ഹൈവേസ്, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ കണക്ട് ചെയ്തു പോകുന്ന സ്റ്റേറ്റ് ഹൈവേയും, ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു ജില്ലയ്ക്ക് ഉള്ളിലുള്ള അല്ലെങ്കിൽ 2 ജില്ലകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന റോഡാണ് ഡിസ്ട്രിക്ട് റോഡ്സ്. പിന്നെ ടേർഷ്യറി സിസ്റ്റമാണ് അതർ ഡിസ്ട്രിക്ട് റോഡ്സും വില്ലേജ് റോഡ്സും. ചെറിയ ചെറിയ കട്ട് റോഡ് ഉണ്ടാവുമല്ലോ ഒരു ജില്ലയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ, ഫോർ എക്സാമ്പിൾ നമുക്ക് NH ഉണ്ട്, നമ്മുടെ അല്ലേ ഇതിലൂടെ പാസ് ചെയ്യുന്ന NH ഉണ്ട്. അതല്ലാതെ SHകൾ ഉണ്ടാവും, നാഷണൽ ഹൈവേ അല്ല, അല്ലേ, അത് എന്താ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള റോഡാണ്, അല്ലേ. മറ്റ് സ്റ്റേറ്റുകളിൽ പരസ്പരം അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളുടെ അടുത്ത നേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വഴി കൊടുക്കുന്ന റോഡാണ്, അതെ, അതുവരെയുള്ള ബൗണ്ടറിയിലേക്ക് വരെ എത്തിക്കൊടുക്കുന്ന റോഡാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള പ്രധാന കേന്ദ്രങ്ങളും മറ്റ് സ്റ്റേറ്റിനെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ആണ്, അല്ലേ, സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെ, പോർട്സ്, എയർപോർട്ടുകൾ, അതല്ലാതെ തുറമുഖങ്ങൾ, ഫോറിൻ ഹൈവേസ്, ഇവയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന. ഫോറിൻ ഹൈവേ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, അടുത്തുള്ള രാജ്യത്ത് ഹൈവേ കൂടെ കണക്ട് ചെയ്യാം, അല്ലേ. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനുമായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ നമുക്ക് ശ്രീലങ്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോകാൻ കഴിയാവുന്ന അതുവരെ കണക്ട് ചെയ്യുന്ന റോഡ്, അതിനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഹൈവേ എന്ന് പറയുന്നത്. മിലിറ്ററി ഇമ്പോർട്ടൻസ്, അപ്പോൾ അധികം ഈ മിലിറ്ററി ഇമ്പോർട്ടൻസ്, യുദ്ധ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ എക്സ്പ്രസ് വേസിലൂടെ, അതേപോലെ നാഷണൽ ഹൈവേസിലൂടെ ആയിരിക്കും അവർ പാസ് ചെയ്യാം. ഇപ്പോൾ NH1, NH5, അതല്ല NH3, അതെല്ലാം എക്സാമ്പിൾസാണ്. സ്റ്റേറ്റ് ഹൈവേസ് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻറ്റ് റോഡ്സ്. അപ്പോൾ അടുത്തടുത്ത് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ, പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളെ, നമ്മുടെ അടുത്ത സ്റ്റേറ്റുമായിട്ട്, നമ്മുടെ തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് തമിഴ്നാട്ടിലേക്ക് എത്തിപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന ഹൈവേയാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ PWD കൺസ്ട്രക്ഷൻസാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ ഡിസ്ട്രിക്ട് റോഡ്സ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളാണ് അതിന് വേണ്ട ഗ്രാൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷന്. പ്രധാനപ്പെട്ട നമ്മുടെ അടുത്തടുത്തുള്ള 2 ജില്ലകളെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജില്ലയിലെ മർമ്മപ്രധാന കേന്ദ്രങ്ങളിലൂടെ പോകുന്ന റോഡ്സാണ് ഡിസ്ട്രിക്ട് റോഡ്സ്. അത് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ്, അതായത് മാർക്കറ്റ് സെൻറ്റേഴ്സ്, റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത്, പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻസ്, സിവിൽ സ്റ്റേഷൻസ്, ഗവൺമെൻറ് ഓഫീസസ്, അവയൊക്കെ കണക്ട് ചെയ്ത് പോകുന്നതാണ്. പിന്നെ അതർ ഡിസ്ട്രിക്ട് റോഡ്സ് വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കട്ട് റോഡുകൾ, നമ്മളുടെ ജില്ലയ്ക്കകത്തുള്ള ചെറിയ ചെറിയ റോഡുകൾ, ചെറിയ എന്താ പറയുക, ഇപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന 2 സ്റ്റോപ്പുകളെ തമ്മിൽ ഷോർട്ട് കട്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്യില്ല, അതിനെ നമുക്ക് അതർ ഡിസ്ട്രിക്ട് റോഡ്സിൽ എത്തും. പിന്നെ വില്ലേജ് റോഡ്സ് പറഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ളത്, നമുക്കിപ്പോൾ നമ്മൾ നടന്നൊക്കെ പോവില്ലേ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക്, കട്ട് റോഡ്സും കാര്യങ്ങളും, നമ്മുടെ വാഹനമൊക്കെ എടുത്തിട്ട് 2 വീലേഴ്സോ 4 വീലേഴ്സൊക്കെ എടുത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള, നമ്മളുടെ ജില്ലയ്ക്കുള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മളുടെ പരിസരം, നമ്മളുടെ ആ ഒരു പഞ്ചായത്തിൻ്റെ ഉള്ളിൽ പരസ്പരം കണക്ട് ചെയ്ത് പോകുന്ന റോഡ്സിനെയാണ് നമ്മൾ വില്ലേജ് റോഡ്സ് എന്ന് പറയുന്നത്. ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്
പഞ്ചായത്ത് ആണ് ഇതിന് വേണ്ട ഫണ്ട് എടുക്കുന്നത്. പക്ഷെ അത് ജില്ലാ പഞ്ചായത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിലേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുന്ന സെക്കൻഡ് റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാനാണ്. 1961 മുതൽ 81 വരെ ആയിരുന്നു. ഇത് ഫൈനലൈസ് ചെയ്തത് സെക്കൻഡ് റോഡ് പ്ലാൻ വേണം, അതിൽ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന രീതിയിൽ ഫൈനലൈസ് ചെയ്ത് 1959 അപ്പോൾ നേരത്തെ നമ്മൾ നാഗ്പൂർ വെച്ചാണ് കോൺഫറൻസ് നടത്തിയത് അല്ലേ, ഫസ്റ്റ് റോഡ് പ്ലാൻ. ഇവിടെ മുംബൈ വെച്ചാണ് എല്ലാ ചീഫ് എഞ്ചിനീയേഴ്സും. അപ്പോൾ നമ്മൾ കുറേ ഡെവലപ്പായി 20 വർഷം കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ എല്ലാ ചീഫ് എഞ്ചിനീയേഴ്സും കൂടി മുംബൈയിൽ വെച്ച് IRCയുടെ ഇനീഷ്യേറ്റീവിൽ അഗെയിൻ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അവിടെ നമ്മൾ ഉദ്ദേശിച്ചത്, ആദ്യത്തെ നമ്മൾ എന്താ ഉദ്ദേശിച്ചിരുന്നത്, 100 കിലോമീറ്റർ സ്ക്വയറിൽ 16 കിലോമീറ്റർ റോഡ്. ഇവിടെ 100 കിലോമീറ്റർ സ്ക്വയറിൽ ആകുമ്പോഴേക്കും 32 കിലോമീറ്റർ റോഡ് നെറ്റ്വർക്ക് വേണമെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടാർജറ്റായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ഏകദേശം 5200 കോടി രൂപ ഇതിന് വേണ്ടി വരുമെന്ന് നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ടു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, 5 ഡിഫറെൻറ്റ് ഫോമുല. അപ്പോൾ ഈ നാഷണൽ ഹൈവേൻ്റെ, ഈ സ്റ്റേറ്റ് ഹൈവേൻ്റെ ഒക്കെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 5 രീതിയിലുള്ള ഫോമുല, 5 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട മെത്തഡോളജീസ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊന്നും കൂടെ എന്താണ്, സയൻറ്റിഫിക് ആയിരുന്നു. നമ്മളുടെ റോഡ് ഡെവലപ്മെൻറ്റ് ബാലൻസ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ഡെവലപ്മെൻറ്റ് എത്തിക്കുന്ന രീതിയിലും, അങ്ങനെ സെമി ഡെവലപ്ഡും അൺഡെവലപ്ഡ് ഒക്കെ ആയിട്ടുള്ള ഏരിയയിലേക്ക് റോഡ് ഡെവലപ്മെൻറ്റിന് എത്തിക്കുന്ന രീതിയിലൊരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനായിരുന്നു, റോഡ് പ്ലാനായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഓരോ ഇത് വെച്ചിട്ട് ഓരോ അഗ്രികൾച്ചർ ഏരിയ അല്ലെങ്കിൽ ഡെവലപ്ഡ് ഏരിയാസിൽ അഗ്രികൾച്ചർ, പക്ഷെ ഡെവലപ്ഡ് ആണ് എന്നാലും അഗ്രികൾച്ചറൽ ആയിട്ടാണ് ആ ഏരിയ നിൽക്കുന്നത്. അവിടെ 6.4 കിലോമീറ്റർ ഫ്രം സർഫസ്ഡ് റോഡ് ആൻഡ് 2.4 കിലോമീറ്റർ ഫ്രം എനി കാറ്റഗറി ഓഫ് റോഡ്. അപ്പോൾ ഏത് ഡെവലപ്ഡ് റോഡിൽ നിന്ന് മാക്സിമം ഒരു 6.4 കിലോമീറ്ററാണ് ഡെവലപ്ഡ് റോഡിലേക്ക് എത്തിപ്പെടാൻ ഉണ്ടാവുള്ളൂ. എവിടുന്ന് ആ ഒരു ഏരിയയിൽ, അഗ്രികൾച്ചർ ഏരിയയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ആളുകൾക്ക് ഒരു 6.5 കിലോമീറ്റർ കൊണ്ട് സർഫസ്ഡ് റോഡിലേക്കും 2.5 കിലോമീറ്റർ കൊണ്ട് ഏകദേശം ഏത് കാറ്റഗറി ഓഫ് റോഡിലേക്ക് എത്തുന്ന രീതിയിലാണ് അവിടെ എന്ത് ചെയ്തത്, റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സെമി ഡെവലപ്ഡ് ഏരിയാസ് ആകുമ്പോൾ അതേപോലെ സർഫസ്ഡ് റോഡിലേക്ക് 12.8 കിലോമീറ്റർ കൊണ്ട് ഇതിൻ്റെ ഇരട്ടി 4.8 കിലോമീറ്റർ അൺസർഫസ്ഡ് റോഡിലേക്കും എത്തിപ്പെടുന്നത്. അൺഡെവലപ്ഡ് ഏരിയ ആണെങ്കിൽ സർഫസ്ഡ് റോഡിലേക്ക് 19.2 കിലോമീറ്റർ കൊണ്ടും എനി ടൈപ്പ് ഏതെങ്കിലും ഒരു റോഡിലേക്ക് എത്തിച്ചേരാൻ 8 കിലോമീറ്ററും സഞ്ചരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ റെയിൽവേ ട്രാക്കിന് അങ്ങോട്ടേക്ക് എത്താൻ, അവിടെ ചരക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുന്ന ചരക്കുകളൊക്കെ എത്തിക്കാൻ വേണ്ടി റെയിൽവേ ട്രാക്കുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള റോഡ് ഡെവലപ്മെൻറ്റിനെ പറ്റി ചിന്തിച്ചിരുന്നു. എക്സ്പ്രസ് വേസിനെ കൂടെ കൺസിഡർ ചെയ്തിരുന്നു. പിന്നെ 2000, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, എവറി ടൗൺ വിത്ത് പോപ്പുലേഷൻ അബൌട്ട് 2000 ഇൻ പ്ലെയിൻസ്, അതായത് പ്ലെയിൻ ഏരിയ സമതല പ്രദേശങ്ങളിലാണെങ്കിൽ 2000 പോപ്പുലേഷനുള്ള എല്ലാ ടൗണും, സെമി ഹില്ലി ഏരിയ ആണെങ്കിൽ 1000 പോപ്പുലേഷനോളം വരുന്ന സെമി ഹിൽ ഏരിയയും 500ഓളം പോപ്പുലേഷൻ വരുന്ന ഹില്ലി ഏരിയയും സർഫസ്ഡ് റോഡ് വഴി കണക്ട് ചെയ്യണമെന്നും തീരുമാനിച്ചു. അപ്പോൾ മൂന്നാമത്തെ 5 ഇയർ പ്ലാനും നാലാമത്തെ 5 ഇയർ പ്ലാനും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. പക്ഷേ ഏകദേശം 1974 ആയപ്പോഴേക്ക് തന്നെ, 1981 ആയിരുന്നു ഇത് തീരുന്ന കാലാവധി, പക്ഷെ 1974 ആയപ്പോഴേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്തു, 100 സ്ക്വയർ കിലോമീറ്ററിൽ 34.8 കിലോമീറ്റർ റോഡ് കൺസ്ട്രക്ഷൻ നമ്മൾ അച്ചീവ് ചെയ്തു. പക്ഷേ അവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻസ് ഒന്നും അത്ര സാറ്റിസ്ഫാക്ടറി ആയില്ല. അർബൻ റോഡ്സും പ്രൊജക്റ്റ് റോഡ്സും ഫോറസ്റ്റ് റോഡ്സും ഒക്കെ അതിൽ വരുന്നത് കൊണ്ട് എല്ലായിടത്തും അതിൻ്റെ അത് യൂസേജ് ഒരേപോലെ അല്ലല്ലോ. അപ്പം അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് സാറ്റിസ്ഫാക്ടറി ആയില്ല. അപ്പോൾ നമുക്കൊരു 3rd റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ കൂടി വേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ 1970 അടുത്ത 5ാമത്തെയും 6ാമത്തെയും 5 ഇയർ പ്ലാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു 3rd റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാനും കൂടെ ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, അത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട്, അത് ഫൈനലൈസ് ചെയ്ത് 1984 മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടാണ് അത് പ്രിപ്പയർ ചെയ്തത്. അവിടെ ഒരു ഇത് നമ്മൾ ചെയ്തത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ലക്നൗവിൽ വെച്ച്, അതായത് ഗോൾഡൻ ജൂബിലി
ഈ സെലിബ്രേഷൻ ഓഫ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് 1934 ഫോം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50 വർഷം തികച്ച വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ലക്നൌവിൽ വെച്ചാണ് ഈ റിവൈസ്ഡ് ആയ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ നടപ്പാക്കിയത്. അതുവഴി നമ്മൾ ഇതിനെ 3ആയി തിരിച്ചു. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി റോഡ് സിസ്റ്റമായി തിരിച്ചു. എന്നിട്ട് റൂറൽ ഏരിയയിൽ ഉള്ള അവിടെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട്, അവിടുത്തെ എക്കോണമീനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട്, ചെറിയ ടൗണിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവിടെ റോഡ് നെറ്റ്വർക്ക് മാക്സിമം ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഫങ്ഷൻ. പിന്നെ 500-ൽ കൂടുതൽ പോപ്പുലേഷൻ വരുന്ന വില്ലേജുകളെ വെതേർഡ് റോഡ്സ് വഴി, വെതേർഡ് റോഡ്സ് വഴി ഈ ഒരു സെഞ്ച്വറിയുടെ അവസാനത്തോടെ നമ്മൾ കണക്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു അടുത്തത്. അവിടെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 82 കിലോമീറ്റർ ആയിരുന്നു. 100 കിലോമീറ്റർ സ്ക്വയറിൽ 82 കിലോമീറ്റേഴ്സ് അച്ചീവ് ചെയ്യാമെന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റോഡ് 3 കിലോമീറ്റർ പ്ലെയിനിലേക്ക്, 5 കിലോമീറ്റർ ഹില്ലി ടെറൈനിലേക്കും അതേപോലെ തന്നെ വില്ലേജസിനെ കളക്ട് ചെയ്യാം. പോപ്പുലേഷൻ ലെസ് ദാൻ 500 ഉള്ള വില്ലേജസിന് ഈ ഒരു കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് റോഡ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന രീതിയിൽ റോഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുള്ളതും, നമ്മുടെ നാഷണൽ ഹൈവേ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്ത് സ്ക്വയർ ആൻഡ് ഗ്രിഡ് 100 കിലോമീറ്റർ വരുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതും, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, അതുവഴി എക്സ്പാൻഡ് ചെയ്യുന്നത് വഴി നാഷണൽ ഹൈവേയിൽ നിന്നും 50 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഹൈവേയിലേക്ക് എത്തിപ്പെടാൻ മാക്സിമം 50 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 50 കിലോമീറ്ററിനുള്ളിൽ ഏതെങ്കിലും ഒരു നാഷണൽ ഹൈവേയിലേക്ക് നമ്മുടെ ഏത് നാട്ടിൽ നിന്നും എത്തിപ്പെടാൻ പറ്റുന്നുള്ള രീതിയിലുള്ള റോഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ എക്സ്പ്രസ് വേസ് വളരെ പെട്ടെന്ന്, വളരെ ഫാസ്റ്റായിട്ടും വളരെ വേഗത്തിലാണത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് നോക്കിയത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ലെസ് ഇൻഡസ്ട്രിയൽ ഏരിയാസിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ റോഡ് ഡെവലപ്മെൻറ്റിന് ഒന്നുകൂടെ ഊന്നൽ 3rd പ്ലാനിൽ നമ്മൾ കൊടുത്തു. പിന്നെ ലോങ് ടേം മാസ്റ്റർ പ്ലാൻസ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നു. ബാക്കിയുള്ള റോഡുകളുടെ വികസനത്തിൽ ഈ ഉൾഗ്രാമങ്ങളിൽ, ഉൾപ്രദേശങ്ങളിലുള്ളതിനൊക്കെയുള്ള മാസ്റ്റർ പ്ലാൻസ്, അത് പഞ്ചായത്ത്, ജില്ലാ പരിഷത്തും അവരൊക്കെ ഇടപെട്ട് അതിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻസ് കൊടുന്നു. എക്സിസ്റ്റിംഗ് റോഡ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതിൻ്റെ ഡിഫക്ട്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് അത് വൈഡൻ ചെയ്ത് അതിൻ്റെ ഒന്നുകൂടി ഡെവലപ്പ് ആക്കാനും ഇതിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെയുള്ള പരിപാടികളും ആസൂത്രണം ചെയ്തു. പിന്നെ റോഡിൻ്റെ എൻവയോൺമെൻറ്റൽ കോഡ് നമ്മൾ പറഞ്ഞല്ലോ, ആർബോറിക്കൾച്ചർ, റോഡിൻ്റെ സെൻട്രലൈസ് മീഡിയൻസ്, റോഡ് സേഫ്റ്റി ഒന്നുകൂടെ ഊന്നൽ നൽകി. ഓക്കെ. ഇനി 21st സെഞ്ച്വറിയിലുള്ള റോഡ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 3ാമത്തെ റോഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ പീരീഡിൽ തന്നെ വളരെയധികം നമുക്ക് ടാർഗറ്റിനേക്കാൾ എക്സീഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായി സാധിച്ചു. അതുവഴി നമുക്ക് ദ ടോട്ടൽ ലെങ്ത് ഓഫ് വേരിയസ് റോഡ്സ് എക്സീഡഡ് ദ ടാർഗറ്റ്. നമ്മളുടെ ടാർഗറ്റിനേക്കാൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അത് മനസ്സിലായിട്ട്, അപ്പോൾ പറഞ്ഞതിനേക്കാൾ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മളുടെ നാച്ചുറൽ ഹൈവേയും അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾപ്രദേശങ്ങളിലും ഉൾഗ്രാമങ്ങളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും വിചാരിച്ചത്ര ടാർഗറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്തു, ദ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAയും അതേപോലെ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു സ്കീം 2000 വർഷമായപ്പോൾ അവർ അങ്ങനെ ഒരു സ്കീം പുട്ട് ഫോർവേഡ് ചെയ്തു. അങ്ങനെ അത് പ്ലാൻ ചെയ്ത് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, ഏകദേശം 5846 കിലോമീറ്റർ ലെങ്ത് അച്ചീവ് ചെയ്യാന്നുള്ളതും 4 പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റോഡ് നെറ്റ്വർക്ക് ഫോർമുലേറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. അതാണ് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി. ഓക്കെ. അപ്പോൾ ഇത് ഫേസ് 2-ൽ നോർത്ത് സൗത്ത് കൊറിഡോർ, അതായത് ശ്രീനഗർ ടു കന്യാകുമാരിനെ കണക്ട് ചെയ്യും അടുത്ത ഫേസിൽ. പിന്നെ ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ എന്ന് വെച്ചാൽ സിൽച്ചാർ മുതൽ പോർബന്ദർ, രാജസ്ഥാനിലെ പോർബന്ദർ മുതൽ അങ്ങ് അറ്റത്ത് കിടക്കുന്ന 7 സിസ്റ്റേഴ്സിൽ കിടക്കുന്ന സിൽച്ചറിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു റോഡ് നെറ്റ്വർക്ക്. ഫേസ് 3-ലും 4-ലും ഇനി NHൽ ഭാവിയിൽ കൊണ്ടുവരാവുന്ന ഡെവലപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫേസ് 6-ൽ എക്സ്പ്രസ് വേസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഫേസ് 7-ൽ അർബൻ റോഡ് നെറ്റ്വർക്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ 2021 റോഡ് ഡെവലപ്മെൻറ്റിൻ്റെ വിഷനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് സംസാരിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷനും ഹൈവേയും കൂടെ എന്ത് ചെയ്തു,
പ്രിപ്പയർഡ് ബൈ IRC അറ്റ് ദ ഇനീഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്സ് ആൻഡ് ഹൈവേസ്. അവരുടെ ഇനീഷ്യേറ്റീവോടുകൂടി എന്താണ് 2021 ആകുമ്പോൾ അതിന് എന്തൊക്കെ റോഡ് ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ വിഷനാണ് വേണ്ടതെന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി റോഡ് സിസ്റ്റം, പ്രൈമറി എന്ന് വെച്ചാൽ എന്താ എക്സ്പ്രസ് വേസും നാഷണൽ ഹൈവേസും, സെക്കൻഡറി വെച്ച് സ്റ്റേറ്റ് ഹൈവേയും അതർ ഡിസ്ട്രിക്ട് റോഡ്സും. അവ ഏകദേശം എന്ത് ചെയ്യണം, total target length of primary and secondary road systems to be achieved by 2020 has been spelled out. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് നമ്മൾ എന്ത് ചെയ്തു, അത് ഒഴിവാക്കി. ഇങ്ങനെ ഇത്ര ആകുമ്പോഴേക്ക് ഇത്രയൊക്കെ, കാരണം നമ്മൾ ആൾമോസ്റ്റ് അത് എത്തുന്നുണ്ട്, അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ഈ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ ഹില്ലി 7 സിസ്റ്റേഴ്സ് ആയി കിടക്കണം. ഇപ്പോൾ ഈ സിക്കിം, അരുണാചൽ, മേഘാലയ അവിടെയൊക്കെ എന്താ കുറച്ച് ഹില്ലി ഏരിയ ആണ്, റോഡ് കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ടാണ്, മഴ എപ്പോഴും വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ റോഡ് നെറ്റ്വർക്ക് ഒന്നുകൂടി ഉഷാറാക്കാൻ നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇനി സജഷൻസ്, അർബൻ റോഡ്സിനും റൂറൽ റോഡ്സിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ സജഷൻസ് പറയാൻ പറ്റുന്നുള്ള അതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ നമ്മുടെ രാജ്യത്ത് ഉള്ള പ്രധാനപ്പെട്ട NH SH ആണ്. അത് ഓൾറെഡി നിങ്ങൾക്ക് ഒരുവിധം അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള റോഡ് ഇൻ്റർസെക്ഷൻസിനെ പറ്റിയിട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റോഡ് ഇൻ്റർസെക്ഷൻസ് എന്താണ്, എപ്പോഴൊക്കെയാണ് ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.